ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കൈനമാറ്റിക് ചെയിൻ. അപ്പോൾ ഈ കൈനമാറ്റിക് ചെയിൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഈ കൈനമാറ്റിക് ചെയിൻ തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഇൻവേർഷനും ഒക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൈനമാറ്റിക് ചെയിൻ ആർ ദോസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 ലോവർ പെയർ ഈച്ച് ബീങ് എ സ്ലൈഡിംഗ് പെയർ ഓർ എ ടേണിംഗ് പെയർ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് 4 ലോവർ പെയർ ഉള്ള കൈനമാറ്റിക് ചെയിനാണ്. അപ്പോൾ അതിൽ തന്നെ ഈച്ച് ബീങ് എ പെയർ ഓഫ് സ്ലൈഡിംഗ് പെയർ ഓർ ടേണിംഗ് പെയർ. ഉദാഹരണമായിട്ട് നമ്മൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കണ്ടു അല്ലേ, അതൊരു കൈനമാറ്റിക് ചെയിനാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് എത്ര ലിങ്ക്സ് ഉണ്ട്, എത്ര പെയേഴ്സ് ഉണ്ട്? അപ്പോൾ അതിനകത്ത് 4 പെയേഴ്സ് ഉണ്ട് അല്ലേ. 4 ലോവർ പെയർ ഈച്ച് ബീങ് എ സ്ലൈഡിംഗ് പെയർ ഓർ ടേണിംഗ് പെയർ. അവിടെ സ്ലൈഡിംഗ് പെയറും ഉണ്ട്, ടേണിംഗ് പെയറും ഉണ്ട്. The following 3 types of kinematic chain with 4 lower pairs are important from the subject point of view. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൈനമാറ്റിക് ചെയിനുകളുണ്ട്. അതാണ് ഫസ്റ്റ് വൺ 4 bar ചെയിൻ ഓർ quadric സൈക്ലിക് ചെയിൻ, സെക്കൻഡ് വൺ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ആൻഡ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. അപ്പോൾ ഈ 3 എണ്ണമാണ് ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബേസിക് ടൈപ്സ് ഓഫ് കൈനമാറ്റിക് ചെയിൻ. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. 4 bar ചെയിൻ അല്ലെങ്കിൽ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ എന്ന് പറയും, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. ഓക്കെ, സോ ഇതെന്താണെന്ന് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. അപ്പം അടുത്തത് the simplest and the basic kinematic chain is a 4 bar chain or quadric cyclic chain as shown in figure. ഇപ്പോൾ ഇവിടെ പറയുന്ന ആദ്യത്തെ 4 bar ചെയിനാണ് ഇവിടെ പറയാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 4 bar ചെയിൻ അല്ലെങ്കിൽ അതിനെ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ എന്നും പറയും. സോ വാട്ട് ഈസ് 4 bar ചെയിൻ ഓർ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ എന്ന് വെച്ചാൽ ഈ ഒരു 4 bar ചെയിനെ പറയുന്നവരാണ് 4 bar ചെയിൻ അല്ലെങ്കിൽ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ എന്ന് പറയുന്നത്. 4 ലിങ്ക്സ് കാണും, ആ 4 ലിങ്ക്സിൽ ഇതെല്ലാം ടേണിംഗ് പെയർസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിനെ പറയുന്നവരാണ് 4 bar ചെയിൻ അല്ലെങ്കിൽ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കൈനമാറ്റിക് ചെയിൻ. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ 4 ലിങ്ക്സ് ഉണ്ട്. ലിങ്ക് 1 ഇത്, ലിങ്ക് 2 ഇത്, ലിങ്ക് 3 ഇത്, ലിങ്ക് 4 ഇത്. മനസ്സിലായോ? നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഈ ഫിഗർ വെച്ച് തന്നെ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒത്തിരി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ 4 ലിങ്ക്സ് ഉണ്ട്. എല്ലാം 4 ഇതിന് ടേണിംഗ് പെയർസ് എവിടേക്കാണ്? എ, ബി, സി ആൻഡ് ഡി. ഇതൊരു ടേണിംഗ് പെയറാണ്, ഇത് മറ്റൊരു ടേണിംഗ് പെയറാണ്, ഇത് മറ്റൊരു ടേണിംഗ് പെയറാണ്, ഇത് മറ്റൊരു ടേണിംഗ് പെയറാണ്. ടേണിംഗ് പെയർ എന്ന് വെച്ചാൽ എന്തുവാ? ഇത് തമ്മിൽ ഈ 2 പെയർസ് തമ്മിൽ ടേണിംഗ് മോഷൻ ആയിരിക്കും ഉള്ളത് ഈ ഒരു ജോയിൻറ്റിൽ. അപ്പോൾ അതാണ് ടേണിംഗ് പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ 4 ടേണിംഗ് പെയർസ് ഉണ്ട്. ദ 4 ലിങ്ക്സ് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്. കണ്ടോ, ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ പല ലിങ്ക്സിന് 4 ലിങ്ക്സിന് 4 ഡിഫറെൻറ്റ് ലെങ്ത് ആണുള്ളത്. മനസ്സിലായോ? അപ്പം ഈ ലെങ്ത്തുകളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ ഉണ്ട്. ആ ലോയ്ക്ക് പറയുന്നവരാണ് ഗ്രഷോഫ്സ് ലോ ഫോർ 4 bar മെക്കാനിസം. അപ്പം ഈ ലോ അനുസരിച്ചാണ് ഈ ലിങ്കിൻ്റെ ലെങ്ത്തുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രഷോഫ്സ് ലോ പറയുന്നത് ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ ലോങ്ങസ്റ്റ് length should not be greater than the sum of the remaining 2 link length if there should be continuous relative motion between the 2 links. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലിങ്ക്സുകൾ തമ്മിൽ ഇതൊരു കൈനമാറ്റിക് ചെയിൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇഫ് ദർ ഷുഡ് ബി സം റിലേറ്റീവ് മോഷൻ, ഇത് തമ്മിൽ റിലേറ്റീവ് മോഷൻ വേണമെങ്കിൽ ദർ ഇസ് എ റൂൾ എന്താ പറയുന്നത്? റൂൾ പറയുന്നത് ഇതാണ്, ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ ലോങ്ങസ്റ്റ് ലിങ്ക് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ റിമൈനിങ് 2 ലിങ്ക്. എന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് ലിങ്ക് അല്ലേ, ഇതൊരു ഷോർട്ടസ്റ്റ് ലിങ്ക് അല്ലേ. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ലിങ്ക്, ഇതും ഒരു ലോങ്ങസ്റ്റ് ലിങ്ക്. എനിക്ക് തോന്നുന്നു ഈ ഫിഗറിൽ കാണുമ്പോൾ 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെ സമ്മ് എന്ന് പറയുന്നത് മറ്റ് ലിങ്ക്സിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മിനേക്കാൾ കൂടുതലാവരുത് എന്നാണ് ഗ്രഷോഫ്സ് ലോ പറയുന്നത്. എന്നുവെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഷോർട്ടസ്റ്റ് ലിങ്ക് ആൻഡ് ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് ലിങ്ക്. ഇഫ് യു ടേക്ക് ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ ലോങ്ങസ്റ്റ് ലിങ്ക്, ദിസ് ലെങ്ത് അല്ലേ, ഈ ഒരു സമ്മ് ലിങ്ക് 4ൻ്റെയും ലിങ്ക് 3യുടെയും ലെങ്ത്തിൻ്റെ സം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ ലിങ്ക് 1 ആൻഡ് ലിങ്ക് 2. ഈ ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെയും ഈ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലെങ്ത്തിൻ്റെ സം ഈ ബാക്കിയുള്ള 2 ലിങ്ക്സിൻ്റെ സമ്മിനേക്കാളും കൂടുതലാകാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ അതൊരു കൈനമാറ്റിക് ചെയിൻ അല്ല. സോ അത് കൂടുതലാവാൻ പാടില്ല.
if the sum of the shortest link and the longest link is less than the sum of the other two links, then it will form a kinematic chain. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഈ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെയും സമ്മ് ബാക്കിയുള്ള രണ്ട് ലിങ്ക്സിൻ്റെ സമ്മിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ദെയർ വിൽ നോട്ട് ബി എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലിങ്ക്സ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെ സമ്മ് ഈ ബാക്കിയുള്ള രണ്ട് ലിങ്ക്സിൻ്റെ സമ്മിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ സംഭവിക്കത്തില്ല. ഈ ലിങ്ക്സുകൾ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ നടക്കത്തില്ല. സോ അതാണ് ഗ്രഷോഫ്സ് ലോ പറയുന്നത്. അപ്പോൾ ഈ ഗ്രഷോഫ്സ് ലോ അനുസരിച്ച് മാത്രമേ നമുക്കൊരു കൈനമാറ്റിക് ചെയിൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ലിങ്ക് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രഷോഫ്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ ലോങ്ങസ്റ്റ് ലിങ്ക് ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ റിമൈനിങ് ടു ലിങ്ക്. എന്ന് വെച്ചാൽ ഈ ഇതാണ് ഷോർട്ടസ്റ്റ് ലിങ്ക്, ഇതാണ് ലോങ്ങസ്റ്റ് ലിങ്ക്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് ഈ രണ്ട് ലിങ്ക്സിൻ്റെ സമ്മിനേക്കാൾ ഗ്രേറ്റർ ആവാൻ പാടില്ല. സോ that is this law is called Grashoff's law. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. ദിസ് ഈസ് എ 4-bar ചെയിൻ. സോ ആസ് യു നോ, നമ്മൾ ഓൾറെഡി ഇത് കണ്ടതാണ്. AD ദ ഇൻപുട്ട് ക്രാങ്ക് മേക്സ് എ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഇൻപുട്ട് ക്രാങ്ക് എന്ന് വെച്ചാൽ ഈ AD എന്നുള്ളതാണ് ഇൻപുട്ട് ക്രാങ്ക്. ഈ ഇൻപുട്ട് ക്രാങ്ക് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ദ മെക്കാനിസം ഇൻ വിച്ച് no link makes a complete revolution will not be useful. യൂഷ്വലി നമുക്ക് എല്ലാ മെക്കാനിസവും ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമുക്ക് ആ മെക്കാനിസത്തിൽ ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ 4 ലിങ്ക്സ് ഉണ്ട്. ഈ 4 ലിങ്ക്സിൽ ഈ ലിങ്ക് 4 എന്നുള്ള ലിങ്ക് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലിങ്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ലിങ്ക്, നമ്മുടെ മെക്കാനിസത്തിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഏതെങ്കിലും ഒരു ലിങ്ക് ഫുള്ളായിട്ട് ഒരു 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വി കനോട്ട് യൂസ് ദാറ്റ് മെക്കാനിസം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലിങ്ക് ഫുൾ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവിടെ എഫക്റ്റീവായിട്ട് നമുക്കൊരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. മെക്കാനിസം ഇൻ വിച്ച് നോ ലിങ്ക് മേക്സ് എ കംപ്ലീറ്റ് റെവല്യൂഷൻ വിൽ നോട്ട് ബി യൂസ്ഫുൾ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് AD എന്നുള്ള ലിങ്ക് കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ മെക്കാനിസം ഫുള്ളായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരു ലിങ്ക് മൊത്തത്തിൽ ഈ AD ഫുള്ളായിട്ട് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു മെക്കാനിസം ആകാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായോ? സോ അതാണ് പറഞ്ഞത്, ഏതെങ്കിലും നമ്മുടെ മെക്കാനിസത്തിനകത്തെ ഏതെങ്കിലും ഒരു ലിങ്ക് കംപ്ലീറ്റ്ലി 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മെക്കാനിസം യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Usually the shortest link will make complete revolution related to the other 3 links if it satisfies the Grashoff's law. പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്രഷോഫ്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്ക് ആയിരിക്കും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. സച്ച് എ ലിങ്ക് ഈസ് നോൺ ആസ് ദ ക്രാങ്ക് ഓർ ഡ്രൈവർ. സോ this is the shortest link and this link makes complete 360 revolution. So this link is called as the crank or driver link. Okay. So in the figure AD is the link 4 is the crank. ഇതാണ് AD. So AD is the crank. And the link BC, that is the link 2. ഇതാണ് BC എന്നുള്ള ലിങ്ക്. Link BC makes a partial revolution or oscillates is known as a lever or rocker or follower. അപ്പോൾ ഈ BC എന്നുള്ള ഈ ലിങ്കിനെ പറയുന്ന പേരാണ്. ഈ AD റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ BC എന്നുള്ള ലിങ്ക് ഈ ഒരു പാത്തിൽ കൂടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ C എന്നുള്ള പോയിൻ്റ് ഇങ്ങനെ കടന്ന് ഓസിലേറ്റ് ചെയ്യും. സോ സിയെ പറയുന്ന പേരാണ് ലിവർ അല്ലെങ്കിൽ റോക്കർ ഓർ ഫോളോവർ. മനസ്സിലായോ? AD റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ BC എന്നുള്ള ഈ ഒരു ലിങ്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ the link BC is known as lever or rocker or follower. And the link CD which connects the crank and the lever is called connecting rod or coupler. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പറഞ്ഞതാണ്. ഇത് ക്രാങ്ക് ആണ് അല്ലേ, ഇത് നമുക്ക് റോക്കർ അല്ലെങ്കിൽ ഫോളോവർ ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ലിവർ, ദാറ്റ് ഈസ് ദ ലിവർ CD is called connecting rod or coupler. CD is called as the connecting rod or coupler. The fixed link AB is known as the frame of the mechanism. AB is a fixed link. AB is known as the frame of the mechanism. Okay. So AD is the crank. CD is the rocker or follower. BC is the rocker or follower. CD is the connecting rod or coupler. And AB is the fixed frame. Okay. So these are the essential parts of a 4-bar mechanism. Okay.
സോ ഇതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്, ഞാനത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എങ്കിലും ഒന്നുകൂടെ കാണിക്കാം. ദിസ് ഈസ് ഹൗ എ 4-bar മെക്കാനിസം വർക്ക്. ദിസ് ഈസ് ദ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. കണ്ടോ, ക്രാങ്കിൻ്റെ റൊട്ടേഷനാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്, ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ദിസ് ഈസ് ദ റൊട്ടേഷൻ ഓഫ് ദ ക്രാങ്ക്. ദിസ് ഈസ് ദ കണക്റ്റിംഗ് റോഡ്. ഇങ്ങനൊരു മോഷൻ മാത്രമേ കണക്റ്റിംഗ് റോഡിനുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ കപ്ലർ ഓർ റോക്കറിൻ്റെ മോഷനാണ് ഈ ഒരു കേർവിൽ കൂടെ മാത്രമേ ഈ ഒരു റോക്കർ മൂവ് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഈസ് ദ മോഷൻ ഓഫ് ദ റോക്കർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫിക്സഡ് ഫ്രെയിം. So this forms the 4-bar chain. Next is about the inversion of 4-bar chain. Inversion എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തോ ഇൻവേർഷൻ എന്താണെന്ന് വെച്ചാൽ കൈനമാറ്റിക് ചെയിനിലെ ഓരോ ലിങ്ക് ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് അതിനെ നമ്മൾ പറയുന്ന പേരാണ്. അങ്ങനെ ഓരോ ലിങ്ക് ഫിക്സ് ചെയ്ത് ഓരോ മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻവേർഷൻ, അല്ലേ? സോ ദിസ് ഈസ് ദ ഇൻവേർഷൻ ഓഫ് എ 4-bar മെക്കാനിസം. അപ്പോൾ ഈ ഇൻവേർഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഇൻവേർഷൻ ഈസ് കോൾഡ് ബീം എൻജിൻ ഓർ ക്രാങ്ക് ലിവർ മെക്കാനിസം. സോ ദിസ് ഈസ് എ ബീം എൻജിൻ. സോ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറയാം. സോ ദർ ഈസ് എ ക്രാങ്ക് റൊട്ടേറ്റ്സ് അബൌട്ട് ദ ഫിക്സഡ് സെൻറ്റർ എ. സോ ഈ ബീം എൻജിൻ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഫ്രെയിമാണ് ഫസ്റ്റ് ലിങ്ക്, ദറ്റ് ഈസ് എ ഫിക്സഡ് ലിങ്ക്. ദിസ് ഈസ് ദ ലിങ്ക് 1 ഈസ് ഫിക്സ്ഡ് ആൻഡ് ദിസ് ഈസ് ദ ഫ്രെയിം. ആൻഡ് ലിങ്ക് 2 ഈസ് ദ ക്രാങ്ക്. ലിങ്ക് 3 എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്കാണ് ലിങ്ക് 3. ലിങ്ക് 4 എന്ന് പറയുന്നത് ഈ ഒരു ലിവറാണ് ലിങ്ക് 4. ഓക്കെ, സോ ഇങ്ങനെ 4 ലിങ്ക്സുകൾ ചേർന്നാണ് നമുക്ക് ഈ ബീം എൻജിൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ദർ ആർ 4 ലിങ്ക്സ് ആൻഡ് ദിസ് ഈസ് ആൻ ഇൻവേർഷൻ ഓഫ് എ 4-bar ചെയിൻ. ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ലിങ്ക് എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് 1 ആണ് ലിങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാങ്ക് റൊട്ടേറ്റ്സ് അബൌട്ട് ദ ഫിക്സഡ് സെൻറ്റർ എ. ഇപ്പോൾ ഇതാണ് എ എന്നുള്ള പോയിൻ്റ്. ഈ പോയിന്റിൽ കിടന്ന് ഈ ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്രാങ്ക് എന്നുള്ള ഏതാ? ഈ എ ബി എന്നുള്ളതാണ് ക്രാങ്ക്. വെൻ ദ ക്രാങ്ക് റൊട്ടേറ്റ്സ് വാട്ട് ഹാപ്പൻ ടു ദ ലിങ്ക് 3? ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലിങ്ക് 3 മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലിങ്ക് 3 മോഷൻ വരും. ലിങ്ക് 3 മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ലിങ്ക് 3 ഇങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ലിവറിൻ്റെ ഈ എൻ്റെ താഴോട്ട് പോകും. ഈ ഒരു ലിവറിൻ്റെ ഈ എൻ്റെ താഴോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഈ പിസ്റ്റൺ റോഡ് ഈ സിലിണ്ടറിനകത്തോട്ട് താഴോട്ട് മൂവ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ദ ലിവർ ക്രാങ്ക് റൊട്ടേറ്റ്സ് അബൌട്ട് ദ ഫിക്സഡ് സെൻറ്റർ എ. ദിസ് ഈസ് ദ ഫിക്സഡ് സെൻറ്റർ എ ആൻഡ് ദ ക്രാങ്ക് വിൽ റൊട്ടേറ്റ് അബൌട്ട് ദിസ് സെൻറ്റർ. ദ ലിവർ ഓസിലേറ്റ്സ് അബൌട്ട് ദ ഫിക്സഡ് സെൻറ്റർ ഡി. ദിസ് ഈസ് ദ ലിവർ. ഈ ഒരു ഫുൾ പോർഷനെയാണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ ഈ ഡിയെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ദ ലിവർ ഓസിലേറ്റ്സ്, റൊട്ടേഷൻ അല്ല, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ എൻഡ് ഇ ഓഫ് ദ ലിവർ സി ഡി ഈസ് കണക്റ്റഡ് ടു ദ പിസ്റ്റൺ റോഡ് വിച്ച് റെസിപ്രോക്കേറ്റ്സ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ ക്രാങ്ക്. ദ പർപ്പസ് ഓഫ് ദിസ് മെക്കാനിസം ഈസ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ മോഷന് നമുക്കിവിടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കിട്ടും. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദർ ഈസ് വൺ ആനിമേഷൻ. ഈ ആനിമേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആനിമേഷൻ. ഇത് കണ്ടോ, ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രാങ്ക് ആയിട്ട് പറയുന്നത്. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്രാങ്ക് താഴോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലിവർ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് ദ ലിവർ. മനസ്സിലായോ? ഈ ലിവർ ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു പിസ്റ്റൺ റോഡ് ഈ ഒരു സിലിണ്ടറിനകത്ത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. കണ്ടോ, ദിസ് ഈസ് ദ ക്രാങ്ക്. വെൻ ദ ക്രാങ്ക് റൊട്ടേറ്റ്സ്, അല്ലേ? ഈ ഒരു ലിവർ ഇങ്ങനെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ക്രാങ്ക് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുവാണ്. സോ ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ലിവർ മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യും. മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എൻഡ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ എൻഡ് മുകളിലോട്ട് പോകും, അല്ലേ? ഈ എൻഡ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ഒരു പോർഷൻ താഴോട്ട് മൂവ് ചെയ്യും. കണ്ടോ, ക്രാങ്ക് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് വന്നു. അപ്പോൾ കണ്ടോ, ഇത് താഴോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബീം എഞ്ചിൻ്റെ മെക്കാനിസം. ദ പർപ്പസ് ഓഫ് ദിസ് മെക്കാനിസം ഈസ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ദിസ് ഈസ് ദ റോട്ടറി മോഷൻ. സോ ഇറ്റ് കൺവേർട്സ് ദിസ് റോട്ടറി മോഷൻ ടു ദിസ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. Okay, I hope all of you understood the portion.
So this mechanism is called as a beam engine. That is what it is. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഇതാണ്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലിങ്ക് 3 മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. സോ ദിസ് ലിങ്ക് 3 is attached to link 4. Link 4 is the lever. So link 4 will oscillate. Link 4 oscillate ചെയ്യുന്നതിനനുസരിച്ച് ഈ പിസ്റ്റൺ റോഡ് മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. So this is how a beam engine works. So the second inversion is coupling rod of locomotive. So coupling rod of locomotive എന്ന് വെച്ചാൽ ഇതൊരു ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിനാണ്. സോ ഇതിൻ്റെ ഒരു അനിമേഷൻ ഞാൻ ആദ്യം കാണിക്കാം. ആ അനിമേഷൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് പിടി കിട്ടും. പിന്നെ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ദ അനിമേഷൻ. കണ്ടോ, 2 വീൽസ് ഉണ്ട്. ആ 2 വീൽസിലോട്ടും ഒരു സെയിം റൊട്ടേഷനാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഈ ഒരു വീലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുക. So when this wheel rotate, the same motion is transmitted to this wheel also. Okay, so ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ട് നോക്കാം. So this is the link 1, this is the link 2, this is the link 3 and this is the link 4. So there are 4 links. This mechanism is also called as a double crank mechanism. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് കപ്ലിംഗ് റോഡ് ഓഫ് ലോക്കോമോട്ടീവ് എന്നൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്, ഡബിൾ ക്രാങ്ക് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേര് ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ the mechanism of a coupling rod of a locomotive, also known as double crank mechanism, which consists of 4 links as shown in figure. 4 links ഉണ്ട് അല്ലേ. The link AD and BC have equal length. AD ഏതാ? ഇതാണ് AD and this is BC. They are having equal length. Are connected to the respective wheels. ഈ വീൽസിലത്തെ 2 പോയിൻറ്റ്സ് ആണ് എ ബിയും ബി സിയും. ഓക്കെ, the link CD act as a coupler rod and the link AB is fixed in order to maintain a constant center to center distance between them. ഇവിടെ കണ്ടോ, ലിങ്ക് സി ഡി. ഈ ലിങ്ക് 3 ആണ് ലിങ്ക് സി ഡി. സോ ലിങ്ക് സി ഡി ആക്ട് ആസ് എ കപ്ലർ റോഡ്. ഇതൊരു കപ്ലർ റോഡാണ്. And the link AB is fixed in order to maintain a constant center to center distance between them. ഇപ്പം ഇത് രണ്ടും ഒരു ഈ എ ബി എന്നുള്ള ഈ ലിങ്ക് ഫിക്സഡ് ലിങ്കാണ്. ഇത് തമ്മിലൊരു മോഷൻസ് ഒന്നുമില്ല. ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിങ്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് മെക്കാനിസം ഈസ് മെൻറ്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് റോട്ടറി മോഷൻ ഫ്രം വൺ വീൽ ടു ദ അതർ വീൽ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു വീലിലുള്ള ഒരു റൊട്ടേഷൻ മോഷൻ നമ്മൾ അടുത്ത വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അനിമേഷൻ ഒന്ന് കാണിക്കാം, നിങ്ങൾ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ്, കണ്ടോ, ഇതാണ് ഈ ഒരു ബാറാണ് നമുക്ക് ലിങ്ക് 1. മനസ്സിലായോ? സോ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം ഈ വീലും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദിസ് ഈസ് ദ ഫിക്സഡ് ലിങ്ക്. ലിങ്ക് 1 ഫിക്സാണ്. അപ്പോൾ ഞാൻ ഈ കർസർ മൂവ് ചെയ്യുന്ന ഈ ലിങ്കാണ് ലിങ്ക് 1. ഓക്കെ, സോ ഈ വീലിലുള്ള ഈ ഒരു റൊട്ടേഷൻ നമുക്ക് ഈ വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രെയിനിലൊക്കെ നിങ്ങൾ അതിൻ്റെ വീൽസൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ട്രെയിനിലൊക്കെ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ ഒരു മെക്കാനിസം. ഓക്കെ, അപ്പം ദിസ് മെക്കാനിസം ഇസ് മെൻറ്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് റോട്ടറി മോഷൻ ഫ്രം വൺ വീൽ ടു ദ റോട്ടറി മോഷൻ ഓഫ് ദ അതർ വീൽ. ഒരു വീലിലുള്ള റോട്ടറി മോഷൻ മറ്റൊരു വീലിലോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. And the third one is Watt's indicator mechanism or double lever mechanism. Okay, so this is Watt's indicator mechanism. It also consists of 4 links. This is link 1, this is link 2, this is link 3 and this is link 4. അപ്പം 4 ലിങ്ക്സ് ഉണ്ട് ഫോർ ദിസ് മെക്കാനിസം. അപ്പോൾ ഇതിനെ ഡബിൾ ലിവർ മെക്കാനിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പേര് നിങ്ങൾ ഓർ ഇട്ടുള്ള ഈ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. Okay, so coming into the explanation part, the 4 links are fixed link at A, link AC, link CE and link BFD. അല്ലേ, ലിങ്ക് എ എന്ന് വെച്ചാൽ ഈ ലിങ്കാണ്. പിന്നെ സെക്കൻഡ് ലിങ്ക് എന്ന് വെച്ചാൽ ലിങ്ക് എ സി എന്നുള്ള ലിങ്ക്, ദിസ് ഈസ് ദ ലിങ്ക് എ സി. തേർഡ് ലിങ്ക് ഈസ് ലിങ്ക് CE. ലിങ്ക് CE ഈസ് ദിസ് ലിങ്ക് CE എന്നുള്ള ഈ ലിങ്ക്. ആൻഡ് ദ ഫോർത്ത് ലിങ്ക് ഈസ് BFD. ഈ 3 പോയിൻറ്റ്സ് കൂടെ ചേർത്തുള്ള ഈ ഒരു ലിങ്കിനെ പറയുന്നവരാണ് BFD. സോ ദിസ് ഈസ് ദ ഫോർത്ത് ലിങ്ക്. BF and FD forms one link because these two parts have no relative motion between them.
ഇപ്പോൾ നിങ്ങൾക്കിത് ഈ ഫോർത്ത് ലിങ്ക് BFD എന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കാണും, എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു ഒറ്റ ലിങ്കായിട്ട് എടുത്തതെന്ന്. ഒറ്റ ലിങ്കായിട്ട് എടുക്കാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ B എന്നുള്ള പോയിൻ്റ് എടുത്താലും D എന്നുള്ള പോയിൻ്റ് എടുത്താലും F എന്നുള്ള പോയിൻ്റ് എടുത്താലും ഇതിനെല്ലാത്തിനും ഒരൊറ്റ റിലേറ്റീവ് മോഷൻ മാത്രമേ വരത്തുള്ളൂ. ഈ ഒരു ലിങ്കിൽ ഇങ്ങനൊരു ലിങ്ക് കൺസിഡർ ചെയ്താൽ ബിയിലാണേലും എഫിലാണേലും ഡിയിലാണേലും ദർ ഇസ് ഓൺലി എന്തുവാ പറയുന്നത്, ദീസ് പാർട്സ് ഹാവ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. ഇത് തമ്മിൽ, ഈ പാർട്സുകൾ തമ്മിൽ ബിയും എഫും ഡിയും തമ്മിൽ പ്രത്യേകിച്ച് റിലേറ്റീവ് മോഷൻസ് ഒന്നുമില്ല, അല്ലേ? എല്ലാം ഒരുപോലെ മൂവ് ചെയ്യത്തുള്ളൂ. ഈ ഒരു ലിവർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോയിൻറ്റ്സ് എല്ലാം ഒരുപോലെ തന്നെ മൂവ് ചെയ്യത്തുള്ളൂ. സോ ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദീസ് ലിങ്ക്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരൊറ്റ ലിങ്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ ലിങ്ക് CE ആൻഡ് BFD ആക്ട് ആസ് ലിവേഴ്സ്. ദ ലിങ്ക്സ് CE എന്ന് വെച്ചാൽ ഈ ലിങ്ക്, BFD എന്ന് പറയുന്ന ഈ ലിങ്ക്. സോ ഇത് രണ്ടെണ്ണം ലിവറായിട്ട് ആക്റ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ലിവേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ലിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഇതിൽ കണ്ടു എന്തുവാണ് ലിവർ. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൽ ഈ BC എന്നുള്ള ഈ ലിങ്കിനെ പറയുന്ന പേരെന്തുവാ? ദ ലിങ്ക് BC വിച്ച് മേക്സ് പാർഷ്യൽ റൊട്ടേഷൻ ഓർ ഓസിലേഷൻ ഈസ് നോൺ ആസ് ലിവർ. കണ്ടോ, ഈ ഒരു മെക്കാനിസത്തിൽ BC ആയിരുന്നു ലിവർ, അല്ലേ? അപ്പോൾ ഇതിനെയാണ് BC ആണ് നമ്മുടെ ലിവർ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വെൻ വി കൺസിഡർ ദിസ് മെക്കാനിസം, ഈ മെക്കാനിസം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ ലിങ്ക് CE ആൻഡ് BFD ആക്ട് ആസ് ലിവർ. ഇതാണ് ലിങ്ക് CE ആൻഡ് ദിസ് ഈസ് ലിങ്ക് BFD. സോ ദീസ് ലിങ്ക്സ് വിൽ ആക്ട് ആസ് എ liver. So the displacement of the link BFD is directly proportional to the pressure or gas or steam which acts on the indicator plunger. The displacement of the link BFD. ഏതാ BFD? ഇതാണ് BFD എന്നുള്ള ലിങ്ക്. ഇപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഈ മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ മെക്കാനിസം. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനാണ് ഈ ബ്ലൂ കളർ ലൈൻസ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഈ ലിങ്ക് ഇവിടുന്ന്, അല്ലേ, ഈ എന്നുള്ള പോയിൻ്റ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഡാഷിലെത്തിയപ്പോഴുള്ള പോയിൻ്റാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനാണ്, അല്ലേ? ഇതിൻ്റെ ഇനീഷ്യലി ഇത് ഇങ്ങനത്തെ പൊസിഷനിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ പ്ലഞ്ചറിൽ എന്തുവാ സംഭവിക്കുന്നത്? ഈ പ്ലഞ്ചറിൽ പ്രഷർ ആക്ട് ചെയ്യുമ്പം ഈ പ്ലഞ്ചർ മുകളിലോട്ട് മൂവ് ചെയ്യും. ഈ പ്ലഞ്ചർ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പ്ലഞ്ചർ ഈ BFDയെ മുകളിലോട്ട് തള്ളും. പ്ലഞ്ചർ BFD എന്നുള്ള ഈ ലിങ്കിനെ മുകളിലോട്ട് തള്ളുമ്പം ഈ എന്നുള്ള പോയിന്റിൽ നിന്ന് അത് ഡാഷിലോട്ട് മൂവ് ചെയ്യും. ഡാഷിലോട്ട് മൂവ് ചെയ്യുമ്പം അതിന് റിലേറ്റീവായിട്ട് ബാക്കിയുള്ള ലിങ്ക്സിന് മോഷൻ സംഭവിക്കും. അങ്ങനെ B എന്നുള്ള പോയിന്റ് B ഡാഷ് ആവും, C എന്നുള്ള പോയിന്റ് C ഡാഷ് ആവും, D എന്നുള്ള പോയിന്റ് D ഡാഷ് ആവും, F എന്നുള്ള പോയിന്റ് F ഡാഷ് ആവും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തെ ഈ സിലിണ്ടറിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ ആക്ട് ചെയ്യുമ്പം, ഇതിനകത്ത് സിലിണ്ടറിൽ പ്രഷർ ആക്ട് ചെയ്യുമ്പം ഈ സിലിണ്ടറിനകത്തുള്ള ഈ പ്ലഞ്ചർ പ്രഷർ മൂലം മുകളിലോട്ട് തള്ളുമ്പം ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ലിങ്കുകളെല്ലാം മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം ഈ ബ്ലൂ കളറിൽ അതിൻ്റെ പൊസിഷനിൽ ഇരുന്ന ലിങ്ക്സിൻ്റെയൊക്കെ പൊസിഷൻ ഈ ഒരു പൊസിഷൻസിലോട്ട് വരും. B, C, D, F, E, A എന്നുള്ള ഈ ലിങ്കിൻ്റെ പൊസിഷൻ A, B ഡാഷ്, C ഡാഷ്, D ഡാഷ്, E ഡാഷ്, F ഡാഷ് എന്നുള്ള പൊസിഷനിലോട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഈ സിലിണ്ടറിനുണ്ടാകുന്ന പ്രഷർ അനുസരിച്ച് ഈ ഒരു ലിവർ, ഈ ഒരു പ്ലഞ്ചർ മുകളിലോട്ട് ഇതിനെ തള്ളും. പ്ലഞ്ചർ മുകളിലോട്ട് തള്ളുമ്പം ഈ ലിങ്ക് 4 മുകളിലോട്ട് പോകും. ഈ ലിങ്ക് 4 മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ലിങ്ക്സിനും മുകളിലോട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ സംഭവിക്കുന്ന ഇവിടെ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ എന്നുള്ള പോയിൻ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലേ മൂവ് ചെയ്യത്തുള്ളൂ. എന്നുള്ള പോയിൻ്റ് ഇത് മൊത്തത്തിൽ മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ എന്നുള്ള പോയിൻ്റ് ഡാഷായി. ഡാഷ് ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലേ മൂവ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെക്കാനിസം യൂസ് ചെയ്യാം. മനസ്സിലായോ? സോ അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. സോ അതാണ് പറയുന്നത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലിങ്ക് BFD ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ഗ്യാസ് ഓർ സ്റ്റീം വിച്ച് ആക്ട്സ് ഓൺ ദ ഇൻഡിക്കേറ്റർ പ്ലഞ്ചർ. അപ്പം ഇതാണ് പറയുന്നത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലിങ്ക് BFD. ഈ BFD എന്നുള്ള ലിങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ BFD എന്നുള്ള ലിങ്കിലോട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രഷറിനെ ആശ്രയിച്ചിരിക്കും. ഇതിനകത്തെ പ്രഷർ കൂടുതലാണെങ്കിൽ BFD നന്നായിട്ട് മുകളിലോട്ട് പോകും. BFD എന്നുള്ള ലിങ്ക് നന്നായിട്ട് ഡിസ്പ്ലേസ് ആവും. അതിനനുസരിച്ച് ബാക്കിയുള്ള പോയിൻറ്റ്സുകളും ഡിസ്പ്ലേസ് ആവും. ഓൺലി ഓൺ എനി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മെക്കാനിസം ദ ട്രേസിംഗ് പോയിൻറ്റ് അറ്റ് ദ ലിങ്ക് ഓഫ് ദ CE ട്രേസസ് അപ്രോക്സിമേറ്റ്ലി എ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇ എന്നുള്ള പോയിൻ്റ് ഇ ഡാഷ് ആവും. ആ ഒരു പാത്ത്, ഇയുടെ മോഷൻ, ഈ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. The initial position of the mechanism is shown in the figure by full lines, whereas the dotted lines show the position of the mechanism when the gas or steam pressure acts on the indicator plunger. അപ്പോൾ ഈ ബ്ലൂ ലൈൻസിലുള്ളതാണ് ഇതിൻ്റെ മെക്കാനിസം ഇനീഷ്യൽ പൊസിഷൻ വരുന്നത്. ഇതിൽ ഗ്യാസ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മെക്കാനിസം മൊത്തത്തിൽ മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഫിഗറാണ് ഈ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് അവർ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് മെക്കാനിസം ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻവേർഷൻസ്. ഓക്കെ, സോ ദിസ് ആർ ദ ഇൻവേർഷൻസ് ഓഫ് നമ്മളിപ്പോൾ കണ്ടത് എന്തോ 4 bar ചെയിൻ ഓർ quadric cyclic ചെയിൻ. 4 bar ചെയിൻ അല്ലെങ്കിൽ quadric cyclic ചെയിൻസിൻ്റെ ഇൻവേർഷനാണ് നമ്മളിപ്പം പഠിച്ചത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.